ഈ ഒരു മഴയത്ത് ഇങ്ങനെ തണുത്തൊക്കെ ഇരിക്കുമ്പോൾ കപ്പ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ. തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കോക്കനട്ട് കസവ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ചാനലിൽ, അതായത് തെലുങ്കാണോ കന്നഡയാണോ ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ട റെസിപ്പിയാണിത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായി, അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. നല്ലതാട്ടോ, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കോക്കനട്ട് ഒക്കെ കൂടി വരുമ്പോൾ കപ്പയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേ രീതിയിൽ ഏകദേശം ഒരു 1/2 കിലോ തൂക്കം വരുന്ന കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊണ്ട് കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിന്റെ ഉള്ളിലുള്ള നാരിന് നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് പോവാനായിട്ട് ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ടാൽ മതി. അപ്പൊ നടുക്കുന്ന വള്ളി പോലെ അതിന്റെ നാര് വരുന്നത് അങ്ങ് മാറ്റി കളയാം. കപ്പയുടെ ഇടയിൽ കൂടി വന്നിട്ടുള്ള നാര് ഇതേപോലെ അങ്ങ് എടുത്ത് കളയാം കേട്ടോ. സാധാരണ രീതിയിൽ ഇങ്ങനെ കൊത്തി അരിയണ സമയത്ത് നാര് ഇങ്ങനെ നീണ്ട് അത് മാറ്റപ്പെട്ട് തന്നെ നിൽക്കലാണ്. ഇതിപ്പോൾ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മുറിഞ്ഞു പോന്നേക്കായിരുന്നു. ഇതിൻ്റെ തൊണ്ട് കളയാനും നല്ല പണിയായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാട്ടോ കൊത്തി അരിഞ്ഞിട്ടുള്ളത്. ഇത് ഇനി വാഷ് ചെയ്ത് കുക്കറിലോ അല്ലെങ്കിൽ ചെറുവത്തിൽ വെച്ച് തിളപ്പിച്ചോ വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച് ചെറുവത്തിൽ വെച്ചാണ് തിളപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഓരോ കപ്പയുടെയും വ്യത്യാസം അനുസരിച്ച് വേവിൻ്റെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിൽ വെന്ത് കിട്ടും, ചില കപ്പയ്ക്ക് 2 വിസിലെടുക്കും. അപ്പോൾ ഓരോ കപ്പയുടെയും നോക്കിയിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം. എനിക്കിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു കേട്ടോ ഇത് കുക്കായി കിട്ടാനായിട്ട്. കപ്പ നന്നായിട്ട് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വേണ്ടി വരില്ല കേട്ടോ. അതേപോലെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പയിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഇതേപോലെ സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി കപ്പ അവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് സീസണിങ്സിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാട്ടോ. അത് തന്നെയാണ് എന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിച്ചതും. ഇതിൽ വെളുത്തുള്ളി മാത്രം പച്ചന തന്നെ ഇടാനായിട്ട് എൻ്റെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് ഞാനൊന്ന് വാട്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എണ്ണയിലിട്ട് വാട്ടിയെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് കരിയിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. വെളുത്തുള്ളി നന്നായി കുക്കായി കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അതുവരെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അത് ചൂടൊന്ന് ആറിയ ശേഷം തൊണ്ടറിഞ്ഞെടുക്കാം. നിങ്ങൾക്കത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, എണ്ണയിലിട്ട് വയറ്റിയെടുത്താലും മതി. വെള്ളുള്ളിയുടെ പച്ചക്കുത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് എരിവില്ല. എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ എരിവനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. എരിവ് കുറഞ്ഞ 2 ചെറിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 അല്ലെങ്കിൽ 6 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. വാട്ടിയെടുത്ത വെളുത്തുള്ളി 10-12 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഫ്രഷ് ചിരകിയ തേങ്ങ കേട്ടോ 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഫൈനലായിട്ട് 1/3 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ കപ്പയിൽ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി, അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ആയി കിട്ടിയാൽ മതി. പേസ്റ്റ് ആവണ്ട കേട്ടോ. പൾസിലിട്ടിട്ട് ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കളറിനായിട്ട് 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ. റെസിപ്പി വിദേശിയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നാടനായല്ലോ. 1/2 ടീസ്പൂൺ കടുകും 2 ഇതള വേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയിൽ ഒരുപാട് വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ആദ്യം തന്നെ ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. എത്രയുള്ള കാര്യം, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആട്ടോ. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കും കേട്ടോ. നിങ്ങൾക്കത് കാണാൻ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കഴിക്കാൻ നല്ലതാട്ടോ. കപ്പ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പുഴുങ്ങി മൾട്ടിയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ, ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. എപ്പോഴും പറയലുള്ള കാര്യം, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.